നമസ്കാരം. ഈ വർഷത്തെ രാമനവമിക്ക് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ. ഇത് ആദ്യമായാണ് രാമനവമിക്ക് ബംഗാൾ സർക്കാർ ഔദ്യോഗികമായി അവധി പ്രഖ്യാപിക്കുന്നത്. ഏപ്രിൽ 17-ാം തീയതിയാണ് രാമനവമി വരുന്നത്. ഇന്ന് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്ക് മുന്നോടിയായാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, രാമനവമി സമയത്ത് ബംഗാളിലുടനീളം വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹൗറ, ഹൂഗ്ലി എന്നിവിടങ്ങളിലായിരുന്നു ഈ കലാപങ്ങളിൽ ഏറിയ പങ്കും നടന്നത്. മാർച്ച് 30-ന് ഹൗറയിൽ രാമനവമി ഘോഷയാത്ര കടന്നുപോയ സമയത്താണ് സംഘർഷങ്ങൾ ഉണ്ടായത്. അതിനുശേഷം ഹൂഗ്ലിയിൽ BJP നടത്തിയ ശോഭായാത്രയ്ക്കിടയിലും വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ജനങ്ങൾക്ക് ഒത്തുകൂടാനും മതപരമായ അവരുടെ ആഘോഷങ്ങൾ നടത്താനും ഒന്നും തൃണമൂൽ കോൺഗ്രസ് ഒരിക്കലും പിന്തുണ നൽകുന്നില്ല എന്നുള്ള വലിയ ഒരു ആക്ഷേപം BJP അന്ന് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇന്ന് കൊൽക്കത്തയിലെ റാലിയോടെ തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുക കൂടിയാണ്. ജനഗർജൻ സഭ എന്നാണ് മമതാ ബാനർജിയുടെ ഈ ഒരു റാലിക്ക് പേരിട്ടിരിക്കുന്നത്. മമതാ ബാനർജി മാത്രമല്ല, അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ റാലിയിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും മമതാ ബാനർജി രാമനവമിക്ക് പൊതു അവധി പ്രഖ്യാപിച്ചു എന്നുള്ളത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഇതിനു മുൻപ് ചില വീഡിയോകളൊക്കെ വൈറലായിരുന്നു. ഈ രാമനവമി സമയത്ത് ജയ് ശ്രീറാം വിളിക്കുമ്പോൾ അസ്വസ്ഥയാകുന്ന മമതാ ബാനർജി എന്ന നിലയ്ക്ക് BJPയുടെ കേന്ദ്രങ്ങൾ വ്യാപകമായ ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി മാത്രമായി തൃണമൂൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നു. എന്തായാലും BJP സന്തോഷത്തിലാണ്. അവരുടെ പ്രതിഷേധങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ന്യൂനപക്ഷത്തെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് തൃണമൂൽ കോൺഗ്രസിനും ഉണ്ടായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.